Hello friends, welcome to Learn CS with Neha. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് പാരാഡിഗംസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1ലെ ടോപ്പിക് ആണ് നെയിംസ് ആൻഡ് ബൈൻഡിങ് ടൈം. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിംഗ് പാരാഡിഗം സബ്ജക്റ്റ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് നെയിംസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഒരു നെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, അതായത് സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. യൂസ് ചെയ്യുന്നതിനാണ്, അതായത് ഐഡന്റിഫൈ സം എൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ഓരോ നെയിമിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഡിഫറെന്റ് ലാംഗ്വേജസിനനുസരിച്ച് എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ലെങ്ത് ലിമിറ്റേഷൻസ് ആർ ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ലാംഗ്വേജസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ലാംഗ്വേജിലും ലെങ്ത് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെന്താ നോക്കേണ്ടത്, അതായത് നെയിംസ് ആർ ഫണ്ടമെന്റൽ അബ്സ്ട്രാക്ഷൻ ഇൻ ലാംഗ്വേജസ് ടു ഡിനോട്ട് എൻറ്റിറ്റീസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതുപോലെ മീനിങ്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് എൻറ്റിറ്റി ഈസ് ക്യാപ്ചേർഡ് വിയ ആട്രിബ്യൂട്ട്സ് അസോസിയേറ്റഡ് വിത്ത് ദി നെയിംസ്. ഓക്കെ, അപ്പോൾ ഒരു നെയിം എന്ന് പറയുന്നതിനാ, നെയിം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് സം എൻറ്റിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാനാണ്, അല്ലേ? അപ്പോൾ ഓരോ എൻറ്റിറ്റിക്കും ഓരോ മീനിങ് ഉണ്ടായിരിക്കുമല്ലോ, അല്ലേ? അത് എന്ത് വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്, അതായത് ഓരോ നെയിംസിന്റെ കൂടെ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, അത് വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. സോ ആട്രിബ്യൂട്ട്സ് ഡിഫർ ഡിപ്പെൻഡ് ഓൺ ദി എൻറ്റിറ്റി. അപ്പോൾ നമ്മൾ എൻറ്റിറ്റിയാണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓരോ എൻറ്റിറ്റിക്കും എന്തുണ്ടായിരിക്കും, ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ വേരിയബിൾസ് എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ട്സ് എന്താ വരുന്നത്, ലൊക്കേഷൻ. അതുപോലെ അടുത്ത എൻറ്റിറ്റിയാണ് കോൺസ്റ്റൻസ്, അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നതാണ് വാല്യൂ. അതുപോലെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എൻറ്റിറ്റിയാണ്, അതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നതാണ്, അതായത് ഫോർമൽ പാരാമീറ്റർ ടൈപ്സ്. ഓക്കെ, അതാണ് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ഡിഫർ ഡിപ്പെൻഡിങ് ഓൺ ദി എൻറ്റിറ്റി. ഓക്കെ ഓക്കെ അപ്പോൾ നെയിം എന്ന് പറയുന്നത് ഐഡന്റിഫയേഴ്സ് ആണ്. അതുപോലെ നെയിംസ് ഓർ ഐഡന്റിഫയേഴ്സ് ഡിനോട്ട് വേരിയസ് ലാംഗ്വേജ് എൻറ്റിറ്റീസ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എൻറ്റിറ്റീസ് അത് തന്നെയാണ്, അതായത് കോൺസ്റ്റൻസ്, വേരിയബിൾസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ഫങ്ഷൻ, അതുപോലെ ടൈപ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, എൻറ്റിറ്റീസിന് എന്തുണ്ടാവും, ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നെയിംസ് ആൻഡ് എൻറ്റിറ്റീസിന്റെ മീനിങ്സ് ആൻഡ് സെമാൻറ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് നോക്കേണ്ടത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ആ ടേബിളിൽ എന്താണ്, ഇൻഡ് എക്സ് അല്ലേ? അപ്പോൾ ഇൻഡ് എക്സ് എന്ന് പറയുമ്പോൾ അവിടെ വേരിയബിൾ, നമുക്കറിയാം വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, അല്ലേ? വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേരിയബിളിന്റെ നെയിം എന്താ, എക്സ് എന്നാണ് വേരിയബിളിന്റെ നെയിം, അല്ലേ? നെയിം എക്സ്. അപ്പോൾ അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. അതുപോലെ ഇൻറ്റു വൈ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് എന്താണ്, വൈ ആണ്. അത് ടൈപ്പ് ഇൻറ്റീജർ ആണ്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, അല്ലേ? പിന്നെന്താ, സെറ്റ് എസ് ഈക്വൽ ടു ന്യൂ സെറ്റ്. അപ്പോൾ വേരിയബിൾ നെയിം എന്താണ്, എസ് ആണ്. അപ്പോൾ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ആണ്. അതെന്ന് പറയുന്നത് ചെയ്യണത് ദാറ്റ് റെഫേഴ്സ് ടു ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് സെറ്റ്. ഓക്കെ, അപ്പോൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്, അതായത് സ്റ്റാറ്റിക് ആവാം അല്ലെങ്കിൽ ഡൈനാമിക് ആയിരിക്കാം. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് എപ്പോഴാണ്, അതായത് കമ്പൈലേഷൻ ടൈമിൽ. ഡൈനാമിക് എന്ന് പറയുമ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് എക്സിക്യൂഷൻ ടൈമിലാണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ആട്രിബ്യൂട്ട്സ് പറഞ്ഞു, അല്ലേ? ഒന്നെന്ന് പറയുന്നത് എന്താ, സ്റ്റാറ്റിക് എന്ന് പറയുന്നത് കമ്പൈലേഷൻ ടൈമിലാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സിക്യൂഷൻ ടൈമിലാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് എക്സ്. അപ്പോൾ നമുക്കറിയാം എന്താ, ഇൻറ്റ് എക്സ് എന്ന് പറയുമ്പോൾ നെയിം എക്സ് ആണ്, ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്, നമ്മൾ നേരത്തെ നോക്കിയല്ലോ. അപ്പോൾ അതിൽ ദി ടൈപ്പ് ഓഫ് എക്സ് ക്യാൻ ബി സ്റ്റാറ്റിക്കലി ഡിറ്റർമിൻ. ഓക്കെ, ദെൻ ദി വാല്യൂ ഓഫ് എക്സ് ഈസ് ഡൈനാമിക്കലി ഡിറ്റർമിൻ. അല്ലേ? നമ്മൾ ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയാണ്, അല്ലേ? അപ്പോൾ ആ ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴാണ്, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തല്ലല്ലോ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അതായത് പ്രോഗ്രാം എന്താ,
സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെയല്ലേ വേരിയബിൾസ് ഫസ്റ്റ് നമ്മൾ എഴുതി കൊടുക്കുന്നത് അല്ലേ? പക്ഷേ അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡൈനാമിക്കലിയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദി ലൊക്കേഷൻ ഓഫ് എക്സ്. അപ്പോൾ ലൊക്കേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? The element in memory will be associated with x, can be statically. Okay. Then determine if x is a global variable. Next നമുക്ക് നോക്കേണ്ടത് set s equal to new set. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് s എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക്കലി ഡിറ്റർമിൻ ചെയ്യുന്നു. അതുപോലെ വാല്യൂ ഓഫ് എസ് ഓ, അതായത് വാല്യൂ ഓഫ് എസ് എന്ന് പറഞ്ഞ ഇവിടെ എന്താ? ദി ഒബ്ജക്ട് ദാറ്റ് എസ് റെഫേഴ്സ് ടു അല്ലേ? അതെന്ന് പറയുന്നത് ഡൈനാമിക്കലിയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡിക്ലറേഷൻ ഒക്കെ എങ്ങനെയാണ്? അതൊരു ടൈപ്പ് വെച്ചിട്ടാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലേ? അതൊക്കെ സ്റ്റാറ്റിക്കലിയാണ് ഡിറ്റർമിൻ ചെയ്യുക. പക്ഷെ അതിലേക്ക് കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഡൈനാമിക്കലിയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ അതിന്റെ ഓരോന്നിന്റെയും ലൊക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്റ്റാറ്റിക്കലിയാണ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ മുന്നേ എന്താ നോക്കിയത്? അതായത് ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടാണ് നെയിംസ് ആൻഡ് എൻറ്റിറ്റീസിന്റെ മീനിങ് മനസ്സിലാക്കുന്നത് അല്ലേ? നമ്മൾ ഇന്റ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ നെയിം ആണ് അല്ലേ? ആ നെയിം എന്തൊക്കെ വേരിയബിൾസ് വെച്ച് നോക്കി? എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് വെച്ച് നോക്കി? അതായത് ടൈപ്പ് അല്ലേ? ഇൻറ്റീജർ എന്നുള്ള ടൈപ്പ് ഉണ്ട്, പിന്നെന്താ അതിലേക്ക് വരുന്ന വാല്യൂ, പിന്നെ അതിന്റെ ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും ആട്രിബ്യൂട്ട്സ് വെച്ചുകൊണ്ടാണ് എക്സ് എന്ന് പറയുന്ന ആ നെയിമിനെ, ആ ഒരു എൻറ്റിറ്റീനെ എന്ത് ചെയ്യാൻ പറ്റിയത്? മനസ്സിലാക്കാൻ പറ്റിയത് അല്ലേ? ഇനി നോക്കേണ്ടത് നെയിംസ് ആർ ഓൾസോ അസോസിയേറ്റഡ് വിത്ത് സബ് പ്രോഗ്രാംസ്, ഫോർമൽ പാരാമീറ്റേഴ്സ് ആൻഡ് അതർ പ്രോഗ്രാം കൺസ്ട്രക്ട്സ്. ഓക്കെ, അതുപോലെ names are essential in the context of second meaning of the word abstraction. നമുക്ക് നോക്കേണ്ടത് എന്താണ് abstraction എന്നുള്ളതാണ്. അതായത് കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം ഫ്രാഗ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ കേസിൽ പ്രോഗ്രാമർ എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രോഗ്രാമർ അസോസിയേറ്റ് എ നെയിം വിത്ത് എൻ പൊട്ടൻഷ്യലി കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം ഫ്രാഗ്മെന്റ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് എങ്ങനെയാണ് ആ ഒരു സെക്ഷൻ അച്ചീവ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് എന്താണ് സംഭവം എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ അതാണ് പറയുന്നത് അബ്സ്ട്രാക്ഷൻ റെഡ്യൂസസ് കോംപ്ലക്സിറ്റി. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് ബൈൻഡിങ് ടൈം ആണ്. അപ്പോൾ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ is an association between an attribute and an entity. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയാണ് ഒരു വേരിയബിൾ ആൻഡ് ഇറ്റ്സ് ടൈപ്പ് ഓഫ് വാല്യൂ, അതായത് അസോസിയേഷൻ ബിറ്റ്വീൻ ആട്രിബ്യൂട്ട് ആൻഡ് എൻറ്റിറ്റി. അതുപോലെ an ഓപ്പറേഷൻ ആൻഡ് സിമ്പിൾ. ഇത് നോക്കേണ്ടത് ബൈൻഡിങ് ടൈം ആണ്. അതായത് ബൈൻഡിങ് ടൈം എന്താ? അതായത് അസോസിയേഷൻ ബിറ്റ്വീൻ ആട്രിബ്യൂട്ട്സ് ആൻഡ് എൻറ്റിറ്റി എന്ന് പറഞ്ഞത് അതാണ് ബൈൻഡിങ്. അപ്പൊ അതിനെടുക്കുന്ന ടൈമിനെയാണ് എന്ന് പറയുന്നത് ബൈൻഡിങ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒക്കേഴ്സ് ബിഫോർ റൺ ടൈം ബിഗിൻസ്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് പ്രോഗ്രാം എക്സിക്യൂഷനിൽ അതെന്ന് പറയുന്നത് ചേഞ്ച് ആവില്ല. ഇനി ഡൈനാമിക് ഉണ്ട്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഒക്കേഴ്സ് ഡ്യൂറിങ് റൺ ടൈം ഓർ ക്യാൻ ചേഞ്ച് ഇൻ ദി കോഴ്സ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ബിഫോർ റൺ ടൈം, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് റൺ ടൈം ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ആവില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് എന്ന് പറയുമ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷനിൽ എന്ത് വരും? ചേഞ്ചസ് വരും. ഓക്കെ ഓക്കെ ഇനി നമുക്ക് സ്റ്റാറ്റിക് ബൈൻഡിങ് ടൈം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് ലാംഗ്വേജ് ഡിസൈൻ ടൈം ആണ്. അപ്പൊ അതിലെന്താ പറയുന്നത്? ദി ഡിസൈൻ ഓഫ് സ്പെസിഫിക് പ്രോഗ്രാം കൺസ്ട്രക്ട്, അതായത് സിൻടാക്സ്, അതുപോലെ പ്രിമിറ്റീവ് ടൈം, അതുപോലെ തന്നെ മീനിങ് സെമാൻറ്റിക്സ് അല്ലേ? അതായത് ഫസ്റ്റ് എന്താ? ഒരു പ്രോഗ്രാം എഴുതുന്നതിനേക്കാൾ മുന്നായിട്ട് ഒരു ലാംഗ്വേജ് വേണ്ടേ പ്രോഗ്രാമിന്? ഏത് ലാംഗ്വേജ് ആണ് നമ്മൾ എടുക്കണമെന്ന് നോക്കണം അല്ലേ? എന്നിട്ടല്ലേ പ്രോഗ്രാം നമ്മൾ എഴുതി തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ എന്താ വേണ്ടത്? അതായത് എന്ത് ഓപ്പറേഷൻസ് ഒക്കെയാണോ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് വെക്കും അല്ലേ? അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം എഴുതുന്നതിന് തന്നെ ഒരു പെർട്ടിക്കുലർ സിൻടാക്സ് ഉണ്ടായിരിക്കും, അതുപോലെ സെമാൻറ്റിക്സ് ഉണ്ടായിരിക്കും അല്ലേ?
അപ്പോൾ ഓരോ ലാംഗ്വേജിനും അതെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ലാംഗ്വേജ് ഡിസൈൻ ടൈമിലാണ് അതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലാംഗ്വേജ് ഡിസൈൻ ടൈമിൽ പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയാണ്, അതായത് പ്രിമിറ്റീവ് ടൈപ്സ് ഒക്കെ ചെയ്യണത് എപ്പോഴാണ്? ലാംഗ്വേജ് ഡിസൈൻ ടൈമിലാണ്. എക്സാമ്പിൾ ആണ് ബൂളിയൻ, ക്യാരക്ടർ, എക്സെട്ര അങ്ങനെയുള്ള ടൈപ്പുകളൊക്കെ കൊടുക്കണ്ടേ ലാംഗ്വേജിലേക്ക്. പിന്നെ ലാംഗ്വേജ് ഇംപ്ലിമെന്റേഷൻ ടൈം, അതായത് ഫിക്സേഷൻ ഓഫ് ഇംപ്ലിമെന്റേഷൻ കോൺസ്റ്റൻസ് സച്ച് ആസ് ന്യൂമറിക് പ്രിസിഷൻ, അതുപോലെ റൺ ടൈം, മെമ്മറി സൈസുകളൊക്കെ കൊടുക്കുക. പിന്നെന്താ? മാക്സിമം ഐഡന്റിഫയർ, നെയിം ലെങ്ത്, നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ബിൽഡ്-ഇൻ എക്സെപ്ഷൻസ് എക്സെട്ര. ഇതൊക്കെയാണ് ലാംഗ്വേജ് ഇംപ്ലിമെന്റേഷൻ ടൈമിൽ നടക്കുന്നത്. അതിന് എക്സാമ്പിൾ പറയാണ് മാക്സ്, ഇന്റ്, അതുപോലെ തന്നെ ഫ്ലോട്ട് എക്സെട്ര. അതായത് മാക്സിമം എത്ര പറ്റും എന്നുള്ള ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലാംഗ്വേജ് ഇംപ്ലിമെന്റേഷൻ ടൈമിലാണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? പ്രോഗ്രാം റൈറ്റിംഗ് ടൈം. പ്രോഗ്രാം റൈറ്റിംഗ് ടൈമിൽ എന്തൊക്കെ ചെയ്യുന്നത്? അതായത് പ്രോഗ്രാമർ അൽഗോരിതം ചൂസ് ചെയ്യുന്നു, അതുപോലെ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നു, നെയിംസ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പ്രോഗ്രാം റൈറ്റിംഗ് ടൈമിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് കമ്പൈൽ ടൈം ആണ്. കമ്പൈൽ ടൈം അറിയാലോ, കമ്പൈലർ എന്താ ചെയ്യുന്നത്? അതായത് എന്ത് ചെയ്യുന്നു? മാപ്പിംഗ് ഓഫ് ഹൈ ലെവൽ കൺസ്ട്രക്ട് ടു മെഷീൻ കോഡ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് വാല്യൂ ഓഫ് n ഇൻ കോൺസ്റ്റന്റ് ഇൻറ്റ് n ഈക്വൽ ടു 5. ഇനി അതുപോലെ ലിങ്ക് ടൈം എന്താന്ന് നോക്കാം. ലിങ്ക് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒബ്ജക്ട്സ് കോഡിനെയും അതുപോലെ തന്നെ ലൈബ്രറീസിനെയും എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു ടു വൺ എക്സിക്യൂട്ടബിൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, അതായത് ഫംഗ്ഷൻ f എന്ന് പറയുന്നത്. ദി ഡെഫിനിഷൻ ഓഫ് ഫംഗ്ഷൻ f ഇൻ എക്സ്റ്റേൺ ഇൻറ്റ് f of. ഓക്കെ, നെക്സ്റ്റ് എന്താ? ലോഡ് ടൈം, അതായത് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ദി എക്സിക്യൂട്ടബിൾ ഇൻ മെമ്മറി. എക്സാമ്പിൾ പറയാണ് എന്താ? ദി ലൊക്കേഷൻ ഓഫ് എ ഗ്ലോബൽ വേരിയബിൾ, അതായത് എവിടെയാണ് മെമ്മറിയിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യണമെന്നുള്ളത്. പിന്നെ പറയുന്ന ഡൈനാമിക് ബൈൻഡിങ് ടൈം, അതിൽ പറയുന്നത് എന്താണ്? റൺ ടൈം ആണ്. അതായത് റൺ ടൈം എന്ന് പറയുമ്പോൾ എന്താ? വെൻ എ പ്രോഗ്രാം എക്സിക്യൂട്ട്സ്. ഓക്കെ, ഇതൊക്കെയാണ് ടൈമിൽ പറയുന്നത്. ബൈൻഡിങ് ടൈമിൽ, അതായത് സ്റ്റാറ്റിക് ബൈൻഡിങ് ടൈമിലും അതുപോലെ തന്നെ ഡൈനാമിക് ബൈൻഡിങ് ടൈമിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒന്നുമില്ല, ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു എൻറ്റിറ്റി ഉണ്ടായിരിക്കും, ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും അല്ലെ? എൻറ്റിറ്റീനെ ഡിഫൈൻ ചെയ്യണത്, അതിനെ മനസ്സിലാക്കി തരുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചാണ്. അപ്പൊ അതിന്റെ അസോസിയേഷൻ ആണ് പറയുന്നത് ബൈൻഡിങ് എന്ന് പറയുന്നത്. ബൈൻഡിങ് ടൈം എന്ന് പറഞ്ഞാൽ അതിനെടുക്കുന്ന ടൈം, അതിനെയാണ് ബൈൻഡിങ് ടൈം എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ എങ്ങനെ എഴുതും? അതായത് ആദ്യം തൊട്ട് എഴുതി ലാസ്റ്റ് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം അല്ലെ? അപ്പൊ ആ ഒരു സ്റ്റെപ്പുകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ വിത്ത് എക്സാമ്പിൾ. ഓക്കെ, ഈസിയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, നമുക്കിനി ഒരു ടേബിൾ നോക്കാം. അതിൽ ലാംഗ്വേജ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ ബൈൻഡിങ് ടൈമുകൾ നോക്കിയല്ലോ, അതായത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ബൈൻഡിങ് ടൈം. അപ്പൊ അതിൽ കുറെ ക്ലാസിഫിക്കേഷൻ തന്നെ വന്നല്ലോ, അതായത് ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ നോക്കിയല്ലോ. അപ്പൊ അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത് ലാംഗ്വേജ് ഡിസൈൻ ടൈം. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് ഡിസൈൻ ബൈൻഡിങ് ടൈമിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അതായത് അവിടെയാണ് ഓരോ ലാംഗ്വേജിന്റെയും സിൻടാക്സും അതുപോലെ തന്നെ സെമാൻറ്റിക്സും അതിൽ വരുന്ന ടൈപ്പ് അല്ലെ, അതൊക്കെ അവിടെയാണ് ഡിസൈൻ ചെയ്യണത് അല്ലെ? അപ്പോൾ ഫസ്റ്റ് പറയുമ്പോൾ സി എടുക്കാം. പ്രോഗ്രാം സിയിൽ സിൻടാക്സ് നോക്കാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 then ബി ഈക്വൽ ടു എ. സെയിം തന്നെ എഡയിലാണെങ്കിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 then ബി ഈക്വൽ ടു എ ആൻഡ് ഇഫ്. കണ്ടോ, സിൻടാക്സ് എന്ന് പറയുന്നത് രണ്ടിലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് എവിടെയാണ്? ലാംഗ്വേജ് ഡിസൈൻ ബൈൻഡിങ് ടൈമിലാണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ കീവേഡ്സ്. അതിന് എക്സാമ്പിൾ ആണ് ക്ലാസ് ഇൻ C++ ആൻഡ് ജാവ. ഇതൊക്കെ എവിടെ സംഭവിക്കുന്നത്? ലാംഗ്വേജ് ഡിസൈൻ ടൈമിൽ. ദെൻ റിസർവ് വേർഡ്സ്, എക്സാമ്പിൾ മെയിൻ ഇൻ C ആൻഡ് റൈറ്റിംഗ് ഇൻ പാസ്കൽ. അതും ലാംഗ്വേജ് ഡിസൈൻ ടൈമിലാണ് ഇതും ചെയ്യുന്നത്. പിന്നെന്താ? മീനിങ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, എക്സാമ്പിൾ പ്ലസ്. അതായത് പ്ലസ് എന്ന് പറയുന്നത് എന്താ? ആഡ് ആണെന്നുള്ള ആ ഒരു മീനിങ് അല്ലേ?
അപ്പോൾ അതാണ് എന്താ പറയുന്നത് സെമാൻറ്റിക്സിൽ പറയുന്നത് അല്ലേ, ഓരോന്നിൻ്റെയും സിൻടാക്സും അതുപോലെ തന്നെ സെമാൻറ്റിക്സും അതിൻ്റെ മീനിങ്സും ഓരോ ലാംഗ്വേജിനും കൊടുക്കുന്നത്, ഓരോ ലാംഗ്വേജിനും അത് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ലാംഗ്വേജ് ഡിസൈൻ ബൈൻഡിങ് ടൈമിലാണ്. ഓക്കെ, അടുത്ത എന്താ പ്രിമിറ്റീവ് ടൈം, എക്സാമ്പിൾ ഫ്ലോട്ട് ആൻഡ് സ്ട്രക്ട് ഇൻ സി, അതും ലാംഗ്വേജ് ഡിസൈൻ ടൈമിലാണ്. പിന്നെ ഇനി പറയുന്നത് ലാംഗ്വേജ് ഇംപ്ലിമെന്റേഷൻ ടൈമിലാണ്. അപ്പോൾ അവിടെ പറയുമ്പോൾ ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലിറ്ററൽസ്, എക്സാമ്പിൾ 3.1 ആൻഡ് എന്താ FOO ബാർ. ഇനി കമ്പൈൽ ടൈമിൽ, കമ്പൈൽ ടൈമിൽ ദി സ്പെസിഫിക് ടൈപ്പ് ഓഫ് എൻ വേരിയബിൾ ഇൻ എ C or Pascal declaration. ഇനി എന്താ സ്റ്റോറേജ് അലോക്കേഷൻ മെത്തേഡ് ഫോർ എ വേരിയബിൾ. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എവിടേക്കാണ് ചെയ്യുന്നത്, അതായത് ലാംഗ്വേജ് ഡിസൈൻ ടൈമിൽ അതുപോലെ ലാംഗ്വേജ് ഇംപ്ലിമെന്റേഷൻ ടൈമിൽ നമ്മൾ പറയുന്നില്ലേ റൺ ടൈം, മെമ്മറി സൈസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കമ്പൈൽ ടൈം. ഓക്കെ, പിന്നെന്താ ലിങ്കർ, ലിങ്കിങ് കോൾസ് ടു സ്റ്റാറ്റിക് ലൈബ്രറി റൂട്ടീൻസ്, എക്സാമ്പിൾ printf in C. അടുത്ത എന്താ മെർജിങ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് കോഡ്സ് ഇൻ ടു വൺ എക്സിക്യൂട്ടബിൾ, അത് ചെയ്യണത് എവിടെയാണ്, ലിങ്കർ ബൈൻഡിങ് ടൈമിൽ തന്നെയാണ് അത് ചെയ്യണത്. പിന്നെ ലോഡിങ് എക്സിക്യൂട്ടബിൾ ഇൻ മെമ്മറി ആൻഡ് അഡ്ജസ്റ്റിംഗ് അബ്സല്യൂട്ട് അഡ്രസ്സസ്, ലോഡർ അതായത് ചെയ്യണത് ആരാ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ. പിന്നെ നോൺ സ്റ്റാറ്റിക് അലോക്കേഷൻ ഓഫ് സ്പേസ് ഫോർ വേരിയബിൾസ്, അത് എപ്പോഴാണ്, അതായത് റൺ ടൈം ബൈൻഡിങ് ടൈമിലാണ്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, സിമ്പിൾ ആണ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് ഡിക്ലറേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എസ്റ്റാബ്ലിഷ് ബൈൻഡിങ്സ്. ഡിക്ലറേഷൻ ഈസ് എൻ സിൻടാക്റ്റിക് സ്ട്രക്ചർ ടു എസ്റ്റാബ്ലിഷ് ബൈൻഡിങ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ് ഇൻറ്റ് എക്സ്, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ഇൻറ്റ് n ഈക്വൽ ടു 5, അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ കൊടുത്തു, ഒരു സ്ട്രക്ചർ കൊടുത്തു. ഇതൊക്കെ ഡിക്ലറേഷൻ വരുന്നതാണ് അല്ലേ. ഏത് ടൈപ്പ് ആണോ അത് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, ബൈൻഡിങ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കേണ്ടത് ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ബൈൻഡ്സ് ഓൾ സ്റ്റാറ്റിക് ആട്രിബ്യൂട്ട്സ്. എക്സാമ്പിൾ പറയാണ് ഇൻറ്റ് എഫ് റിട്ടേൺ എക്സ്. അതുപോലെ സ്ട്രക്ചർ വെച്ചിട്ടുള്ള എക്സാമ്പിൾ സ്ട്രക്ട് നെയിം കൊടുത്തു, അവിടെ വേരിയബിൾസ് എന്തൊക്കെയാണ്, അതായത് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, അതായത് ക്യാരക്ടർ, നെയിം, അതുപോലെ ഇൻറ്റ് ഏജ്. ഓക്കെ, അതാണ് പറയുന്നത് ബൈൻഡ്സ് ഓൾ സ്റ്റാറ്റിക് ആട്രിബ്യൂട്ട്സ്. ദെൻ ഇനി ബൈൻഡിങ്സ് എന്ന് പറയുന്നത് ചിലത് ഇംപ്ലിസിറ്റ് ആയിരിക്കാം. അതായത് ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. എക്സാമ്പിൾ പറയാണ്, ഇപ്പോൾ ഫോർട്രാൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്. ഇപ്പോൾ ലാംഗ്വേജിൽ നമ്മൾ നോർമലി ഇൻറ്റീജർ ആയിട്ട് ഒരു ടൈപ്പ്, ഒരു വേരിയബിൾ ഇൻറ്റീജർ ടൈപ്പ് ആവുന്നത് എപ്പോഴാണ്, അതായത് ഡിക്ലെയർ ചെയ്യുമ്പോൾ എങ്ങനെയാ, ഇൻറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അത് ഇൻറ്റീജർ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുക ഇൻറ്റ് എ വെച്ചിട്ടാണ് അല്ലേ. പക്ഷെ ഫോർട്രാൻ ലാംഗ്വേജിലാണെങ്കിൽ ഇൻറ്റ് എന്നുള്ളൊരു ഇതില്ല, പകരം എന്താ, അതായത് ഓൾ വേരിയബിൾസ് ബിഗിനിങ് വിത്ത് ഐ, അതുപോലെ തന്നെ NI എന്ന് പറയുന്നതെല്ലാം ഇൻറ്റീജേഴ്സ് ആണ്, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് എന്തില്ല, ഡിക്ലറേഷൻ ഇല്ല. ഓക്കെ, ബാക്കിയെല്ലാം എന്താണ്, റിയൽ വാല്യൂഡ് ആണ്. അതുപോലെ പ്രൊലോഗിലാണെങ്കിൽ ഓൾ ഐഡന്റിഫയേഴ്സ് ബിഗിനിങ് വിത്ത് A to Z, ക്യാപ്സിലാണെങ്കിൽ വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പം അതാണ് എന്ത് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെയാണ് ഡിക്ലറേഷൻ അതുപോലെ തന്നെ ഡെഫിനിഷനിൽ വരുന്നത്. അപ്പോൾ ഡിക്ലറേഷനിൽ ബൈൻഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നു. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാ സ്റ്റാറ്റിക് ആട്രിബ്യൂട്ട്സിനെ എന്ത് ചെയ്യുന്നു, ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് ദി ഇഫക്റ്റ് ഓഫ് ബൈൻഡിങ് ടൈം ആണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ദി കമ്പൈലർ പെർഫോം എ പ്രോസസ് കോൾഡ് ബൈൻഡിങ് വെൻ എപ്പോഴാണ് ഒബ്ജക്റ്റ് ഈസ് അസൈൻ ടു ആൻ ഒബ്ജക്റ്റ് വേരിയബിൾ. അപ്പോൾ ഏർലി ബൈൻഡിങ്ങിനെയാണെന്ന് പറയുന്നത്, ഏർലി ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ബൈൻഡിങ്, അതാണ് കമ്പൈൽ ടൈം ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ലേറ്റ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ബൈൻഡിങ്, അതാണ് റൺ ടൈം ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഏർലി ബൈൻഡിങ് ടൈംസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഗ്രേറ്റർ എഫിഷ്യൻസി. അതുപോലെ
ലേറ്റർ ബൈൻഡിങ് ടൈംസ്, അതായത് റൺ ടൈം ഉണ്ടല്ലോ, ആർ അസോസിയേറ്റഡ് വിത്ത് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. മറ്റേന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ എഫിഷ്യൻസി ആണ്. ഓക്കെ, അതായത് ഏർലി ബൈൻഡിങ് ടൈം, അതുപോലെ തന്നെ ലേറ്റർ ബൈൻഡിങ് ടൈംസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ബൈൻഡിങ് ലൈഫ് ടൈം, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ലൈഫ് ടൈം. എന്താണ് ബൈൻഡിങ് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ? അതായത് ദി ടൈം ബിറ്റ്വീൻ ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ബൈൻഡിങ് ടു ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാണ്, എ പോയിന്റർ വേരിയബിൾ a pointer variable is set to the address of an object. Okay, അടുത്ത എക്സാമ്പിൾ, എ ഫോർമൽ ആർഗ്യുമെന്റ് ഈസ് ബൗണ്ട് ടു ആൻ ആക്ച്വൽ ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പോൾ ബൈൻഡിങ് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ക്രിയേഷൻ ടു എന്താ? ഡിസ്ട്രക്ഷൻ ഓഫ് ബൈൻഡിങ് ടു ഒബ്ജക്റ്റ്. ഇനി അതുപോലെ ഒബ്ജക്റ്റ് ലൈഫ് ടൈം. ഒബ്ജക്റ്റ് ലൈഫ് ടൈം എന്താ? ടൈം ബിറ്റ്വീൻ ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫിഗർ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫിഗർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത് നേരത്തെ നോക്കിയതാണ്, പറഞ്ഞ കാര്യമാണ്, അതായത് ബൈൻഡിങ് ലൈഫ് ടൈം അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ലൈഫ് ടൈം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ എന്താ? ഒബ്ജക്റ്റ് ഡിസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആ ടൈമാണ് ഒബ്ജക്റ്റ് ലൈഫ് ടൈം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേഷൻ ഇൻ മെമ്മറി. ദെൻ എന്താണ്? ക്രിയേഷൻ ഓഫ് ബൈൻഡിങ് ടു ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് എന്താ? ക്രിയേഷൻ ഓഫ് ബൈൻഡിങ് ടു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ക്രിയേഷൻ ഓഫ് ബൈൻഡിങ് അറിയാലോ, അതായത് ഡിക്ലറേഷൻ, അല്ലേ? പിന്നെന്താ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബൈൻഡിങ് ടു ഒബ്ജക്റ്റ് ടെമ്പററിലി ഇൻവിസിബിൾ. ഇവിടെ എന്ന് പറയുന്നത് കോഡ് എക്സിക്യൂഷൻ ടൈം ആണ്. ഓക്കെ, ദെൻ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ബൈൻഡിങ് ടു ഒബ്ജക്റ്റ്. ഓക്കെ, അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഒബ്ജക്റ്റ് ഡിസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ കീ ഇവന്റ്സ് ഇൻ ഒബ്ജക്റ്റ് ലൈഫ് ടൈം എന്താണ്? ഒബ്ജക്റ്റ് ക്രിയേഷൻ, ദെൻ ക്രിയേഷൻ ഓഫ് ബൈൻഡിങ്സ്, പിന്നെന്താ? റെഫറൻസ് ടു വേരിയബിൾ, സബ് റൂട്ടീൻസ്, ടൈപ്സ് ആർ മെയ്ഡ് യൂസിങ് ബൈൻഡിങ്. പിന്നെ ഡിയാക്ടിവേഷൻ ആൻഡ് റീആക്ടിവേഷൻ ഓഫ് ടെമ്പററി അൺയൂസബിൾ ബൈൻഡിങ്സ്. അൺയൂസബിൾ ബൈൻഡിങ്സ് ഒക്കെ ഡിയാക്ടിവേറ്റ് ചെയ്യും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ വരുന്നത്? ഡിസ്ട്രക്ഷൻ ഓഫ് ബൈൻഡിങ്സ്, ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് എന്താ? ബൈൻഡിങ്സ് എന്ന് പറയുന്നത് ടെമ്പററി ഇൻവിസിബിൾ ആയുള്ള ആ സ്റ്റേജ് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഫിഗറിൽ. അതെപ്പോഴാണ്? അതായത് when code is executed where the binding is out of scope. Okay, പിന്നെ വരുന്ന രണ്ട് പ്രോബ്ലംസ് ആണ്. ഒന്ന് പറയുന്നത് മെമ്മറി ലീക്കും പിന്നെ ഡാംഗ്ലിംഗ് റെഫറൻസും. അതായത് മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് നെവർ ഡിസ്ട്രോയിഡ്. ഓക്കെ, അതുപോലെ ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്ട്രോയിഡ് ബിഫോർ ബൈൻഡിങ് ഈസ് ഡിസ്ട്രോയിഡ്. അതെ, അത് നമുക്ക് ഒരിക്കലും പാടില്ലല്ലോ. ഫസ്റ്റ് എന്താ? ബൈൻഡിങ്ങിൻ്റെ ഇത് ഡിസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒബ്ജക്റ്റ് ഡിസ്ട്രക്ഷൻ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ഇത് രണ്ടുമാണ് പ്രോബ്ലംസ് പറയുന്നത്. അപ്പോൾ ഗാർബേജ് കളക്ഷൻ പ്രിവെന്റ് ദിസ് അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കോപ്പ് നമ്മൾ നോക്കിയിട്ടില്ല, സ്കോപ്പ് നോക്കാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്കോപ്പ് റൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബൈൻഡിങ് ടൈമിൽ തന്നെ കുറച്ചുകൂടെ ഒരു ടോപ്പിക്കും കൂടെ വരുന്നുണ്ട്. മൊഡ്യൂൾ 1 തന്നെ ഒരു ടോപ്പിക്കും കൂടെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. അത്രയേ ഉള്ളൂ, പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചൊക്കെ ഒന്ന് മനസ്സിലായിട്ടില്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ചെറിയൊരു മൊഡ്യൂളാണ്, പക്ഷെ കുറച്ച് ഉണ്ട് നമുക്ക്, അതായത് സ്റ്റാക്ക്, ഹീപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോകണം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോവും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.